മാർച്ച് 18 വിശുദ്ധ സിറിൽ. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ തൻ്റെ സൗമ്യ സ്വഭാവത്താൽ വേറിട്ട് നിൽക്കുന്നു. അത് യാഥാസ്ഥിതികതയോടുള്ള അദ്ദേഹത്തിൻ്റെ ശാഠ്യപരമായ വിധേയത്തിന് വിരുദ്ധമായി തോന്നി. AD 315 ജനിച്ച അദ്ദേഹം 313 പുറപ്പെടുവിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മിലാൻ ശാസനപ്രകാരം ക്രിസ്ത്യാനികൾക്ക് മതപരമായ സഹിഷ്ണുത നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ലോകത്തിലേക്ക് വന്നത്. 4-ാം നൂറ്റാണ്ട് സഭയ്ക്ക് വലിയ മാറ്റങ്ങളുടെ കാലമായിരുന്നു. റോമൻ ഗവൺമെൻറ്റിൻ്റെ പീഡനം ഇല്ലാതായതോടെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാനും ജീവിക്കാനും കഴിഞ്ഞു. എന്നിരുന്നാലും ക്രിസ്തുമതം കൂടുതൽ സ്വീകാര്യമായതോടെ അത് പുതിയ പ്രശ്നങ്ങൾ നേരിട്ടതായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. പുതുതായി മതം മാറിയവരുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കുക എന്നതായിരുന്നു ഒന്ന്. ബഹിഷ്കരിക്കപ്പെടുന്നുവെന്നോ രക്തസാക്ഷിത്വം വരുമെന്നോ ഭയപ്പെടേണ്ടതില്ലാത്തതിനാൽ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ നേട്ടങ്ങൾക്കായി കൂടുതൽ മതം മാറിയവർ ക്രിസ്ത്യാനികളായി. കൂടാതെ സഭ പുറത്തുനിന്നുള്ള പീഡനം അവസാനിപ്പിച്ചതോടെ ഉള്ളിൽ ഭിന്നതകളും വിവാദങ്ങളും ഉയർന്നു വന്നു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അധികാരത്തിനും സ്വാധീനത്തിനും വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. മറ്റു വാദങ്ങൾ ക്രിസ്തുമതത്തിൻ്റെയും രക്ഷയുടെയും കേന്ദ്ര വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഗുരുതരമായ ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങളെക്കുറിച്ചായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ പാഷണ്ഡത ക്രിസ്തുവിൻ്റെ ദൈവിക സ്വഭാവത്തെ നിഷേധിച്ച ആരിയനിസമായിരുന്നു. 348 ജെറുസലേമിലെ ബിഷപ്പാകുന്നതിന് മുൻപുള്ള വിശുദ്ധ സിറിലിൻ്റെ ജീവിതത്തെക്കുറിച്ച് അധികം കഥകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രചനകൾ വിശകലനം ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് അദ്ദേഹം ജെറുസലേമിലാണ് വളർന്നതെന്നും നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെന്നും മിക്കവാറും ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്നുമാണ്. അദ്ദേഹത്തിന് കുറഞ്ഞത് ഒരു സഹോദരിയും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അവരും ഒരു ബിഷപ്പായി വാഴ്ത്തപ്പെട്ടു. 335 ജെറുസലേമിൽ വെച്ച് സിറിൽ ഒരു പുരോഹിതനായി അഭിഷിക്തനായി. ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുകയും മറ്റ് ബിഷപ്പുമാർ ബഹുമാനിക്കുകയും ചെയ്തു. ജെറുസലം ബിഷപ്പ് മരിച്ചപ്പോൾ കൈസരിയയിൽ മെത്രോപൊലിത്തയായ അക്കേഷ്യസ് ജെറുസലേമിൻ്റെ അടുത്ത ബിഷപ്പായി സിറിലിനെ വാഴിക്കാൻ തീരുമാനിച്ചു. അക്കേഷ്യസ് ഒരു ഏരിയൻ ആയിരുന്നു. മൃദുഭാഷിയായ സിറിൽ തൻ്റെ ഏരിയൻ അജണ്ടയ്ക്ക് ഭീഷണിയാകില്ലെന്ന് അദ്ദേഹം കരുതി. തനിക്ക് തെറ്റുപറ്റിയെന്ന് അക്കേഷ്യസിന് പെട്ടെന്ന് മനസ്സിലായി. സിറിൽ തൻ്റെ സിംഹാസനത്തെയും അവിടുത്തെ ജനങ്ങളെയും വളരെയധികം സംരക്ഷിച്ചു. അക്കേഷ്യസ് ജെറുസലേമിൽ അധികാരം അവകാശപ്പെടാൻ ആഗ്രഹിക്കുകയും ആര്യൻ പഠിപ്പിക്കലുകൾ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ സിറിലിന് അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അക്കേഷ്യസുമായുള്ള യുദ്ധങ്ങളിൽ സിറിൽ പ്രതികാരബുദ്ധിയുള്ളവനായില്ല. അക്കേഷ്യസുമായുള്ള പ്രശ്നങ്ങൾക്കിടയിലും സിറിൽ തൻ്റെ ജനങ്ങളെ പരിപാലിക്കുന്നതിൻ്റെ പങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പുതിയ ക്രിസ്ത്യാനികളെ ക്രിസ്തുവിനോടും അവൻ്റെ സഭയോടും വിശ്വസ്തരായിരിക്കാൻ സഹായിക്കുന്നതിനായി അദ്ദേഹം കാറ്റഗറ്റിക്കൽ പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര എഴുതി. ആദ്യത്തെ 18 പ്രഭാഷണങ്ങൾ നോമ്പുകാലത്തേക്കുള്ളതാണ്. അതേസമയം കാറ്റക്യുമെൻസ് കൂതാശകൾക്കായി തയ്യാറെടുക്കുകയാണ്. അവസാനത്തെ 5 പ്രഭാഷണങ്ങൾ നിഗൂഢത നിറഞ്ഞതാണ്. ഗ്രീക്കിലെ രഹസ്യങ്ങൾ എന്നതിൽ നിന്ന് നിയോഫൈറ്റുകൾ, പുതിയ ക്രിസ്ത്യാനികൾ എന്നിവയ്ക്കുള്ള ഈ പ്രഭാഷണങ്ങൾ ഈസ്റ്ററിൻ്റെ ആദ്യ ആഴ്ചയിൽ നടത്തുകയും കൂതാശകളെക്കുറിച്ചും ഒരു കൂതാശ ജീവിതം എങ്ങനെ നയിക്കാമെന്നും വിശദീകരിക്കുകയും ചെയ്തു. 23 പ്രഭാഷണങ്ങളും നിലവിലെ സഭാ മതബോധനവുമായി വളരെ യോജിച്ചതാണ്. സഭാ പഠിപ്പിക്കലിൻ്റെ തുടർച്ചയ്ക്ക് അവ ചരിത്രപരമായ തെളിവായി ഉപയോഗിക്കുന്നു. തൻ്റെ ആഗ്രഹങ്ങളെ അവഗണിക്കാനും വളരെ വ്യക്തമായി യാഥാസ്ഥിതികനാകാനുമുള്ള സിറിലിൻ്റെ ധൈര്യത്തിൽ അക്കേഷ്യസ് രോഷാകുലനായി. അദ്ദേഹം ഒരു സിനഡിൽ പരാതിപ്പെടുകയും സിറിലിനെതിരെ അനീതികൾ ആരോപിക്കുകയും ചെയ്തു. 357 സിനഡ് സിറിലിനെ നാടുകടത്തി. സിറിൽ ടാർസസിലേക്ക് പോയി. അവിടെ അദ്ദേഹം തൻ്റെ നാടുകടത്തലിന് അപ്പീൽ നൽകി. 359 അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞു. പക്ഷേ 360 വീണ്ടും നാടുകടത്തപ്പെട്ടു. ഇത്തവണ സിറിൽ പള്ളി സ്വത്തുക്കൾ നിയമവിരുദ്ധമായി വിറ്റതായി അക്കേഷ്യസ് ആരോപിച്ചു. സിറിൽ വസ്തുക്കൾ വിറ്റിരുന്നുവെങ്കിലും ക്ഷാമകാലത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണത്തിനായി പണം കണ്ടെത്താനായിരുന്നു അത്. അക്കേഷ്യസിൻ്റെ ആരോപണങ്ങളുടെ പരിഹാസ്യത ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രീയം വീണ്ടും അദ്ദേഹത്തിന് അനുകൂലമായി മാറുന്നതുവരെ സിറിലിനെ 1 വർഷത്തേക്ക് നാടുകടത്തി. ജൂലിയൻ വിശ്വാസത്യാഗിയുടെ കീഴിൽ സിറിലിനെ ജെറുസലേമിലേക്ക് പുനഃസ്ഥാപിച്ചു. തിരികെ പോകുമ്പോൾ തൻ്റെ സൗമ്യമായ സ്വഭാവം തനിക്ക് ധൈര്യമോ പ്രവർത്തനമോ ഇല്ലെന്ന് അർത്ഥമാക്കുന്നില്ലെന്ന് അദ്ദേഹം വീണ്ടും കാണിച്ചു. തൻ്റെ പുറംജാതീയ പിതാവിനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തീയ യുവാവിനെ അദ്ദേഹം രക്ഷപ്പെടുത്തി സുരക്ഷിതമായി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ജൂലിയൻ്റെ കീഴിൽ പുനഃസ്ഥാപനം നടത്തിയെങ്കിലും ചക്രവർത്തിയോട് വിയോജിക്കാൻ സിറിൽ മടിച്ചില്ല. ജൂലിയൻ ജൂതക്ഷേത്രം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഒരു മോശം ആശയമാണെന്ന് സിറിൽ അദ്ദേഹത്തോട് പറഞ്ഞു. ക്ഷേത്ര നിർമ്മാണത്തെ അദ്ദേഹം അപലപിച്ചതിന് തൊട്ടുപിന്നാലെ ഒരു നിഗൂഢമായ കൊടുങ്കാറ്റുണ്ടായി. അത് എല്ലാ അടിസ്ഥാന പ്രവർത്തനങ്ങളും നശിപ്പിച്ചു. സിറിൽ തൻ്റെ സംശയങ്ങളിൽ ശരിയാണെന്ന് ഒരു ശകുനമായി കണക്കാക്കപ്പെട്ടു. 367 ആര്യൻ ചക്രവർത്തിയായ വാലൻസ് എല്ലാ ഓർത്തഡോക്സ് ബിഷപ്പുമാരെയും അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് പുറത്താക്കി.
സിറിൽ ആ ഉത്തരവ് പുറപ്പെടുവിച്ചതു മുതൽ വാലൻസിൻ്റെ മരണം വരെ നാടുകടത്തപ്പെട്ടു. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ജെറുസലം തികഞ്ഞ കുഴപ്പത്തിലായിരുന്നു. കൊലപാതകവും വേശ്യാവൃത്തിയും സാധാരണ രീതികളായി കണക്കാക്കുന്ന തരത്തിലേക്ക് ധാർമ്മികത തകർന്നിരുന്നു. ക്രിസ്ത്യാനികൾ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. ജെറുസലേമിലെ സഭ അഭിപ്രായ വ്യത്യാസങ്ങളാൽ തകർന്നിരുന്നു. അത് വളരെ മോശമായിരുന്നു. യാഥാസ്ഥിതികതയും ധാർമ്മികതയും പുനഃസ്ഥാപിക്കാൻ സിറിലിനെ സഹായിക്കാൻ ബിഷപ്പുമാർ ഒരു കൗൺസിൽ നിസ്സയിലെ വിശുദ്ധ ഗിഗ്രിയെ അയച്ചു. സിറിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ ജനത്തിന് നവോന്മേഷം പകരാൻ ചെലവഴിച്ചു. ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണഹൃദയത്തോടെ ജീവിക്കാനും അനാവശ്യമായ ഭിന്നതകൾ ഒഴിവാക്കാനും അവരെ പ്രോത്സാഹിപ്പിച്ചു. തൻ്റെ ജനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതലും മതബോധനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം യഥാർത്ഥത്തിൽ വേഷമാറിയ ഒരു ഏരിയനാണെന്ന് കിംവദന്തികൾ ഇപ്പോഴും പ്രചരിച്ചിരുന്നു. 381 അദ്ദേഹം കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലിൽ പങ്കെടുത്തു. അവിടെ അദ്ദേഹം എല്ലാത്തരം ഏരിയനിസത്തെയും അപലപിക്കുകയും നിസ്സീൻ വിശ്വാസപ്രമാണത്തിൻ്റെ അന്തിമ കരട് അംഗീകരിക്കുകയും ചെയ്തു. യാഥാസ്ഥിതികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിരോധം വളരെ വാചാലവും വ്യക്തവുമായിരുന്നു. ബിഷപ്പുമാർ പോപ്പ് ഡമാസസ് ഒന്നാമനെ എഴുതി. അങ്ങനെ സിറിൽ ഒരു ഏരിയൻ അല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ദുരുദ്ദേശത്തോടെയുള്ള കിംവദന്തികളും നുണകളും പ്രചരിപ്പിച്ചെങ്കിലും അദ്ദേഹം ഒരിക്കലും ആരെയും മോശമായി സംസാരിച്ചതായി അറിയപ്പെട്ടിരുന്നില്ല. മറ്റുള്ളവരോട് അദ്ദേഹം ദേഷ്യപ്പെടുകയോ ദയ കാണിക്കുന്നതിൽ മാറ്റം വരുത്തുകയോ ചെയ്തില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ക്ഷമയെയും ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ക്രിസ്തീയ കടമകളെയും കുറിച്ച് അദ്ദേഹം പതിവായി പ്രസംഗിച്ചുവെന്ന് ചരിത്രകാരന്മാർ ശ്രദ്ധിക്കുന്നു. അത് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ മാതൃകയാക്കി. 387 അദ്ദേഹം സമാധാനപരമായി മരിച്ചു. 1883 അദ്ദേഹത്തെ ചർച്ച് ഡോക്ടറായി പ്രഖ്യാപിച്ചു.